ഒരു ഔപചാരികതയും ഇല്ലാതെ മലപ്പുറം ജില്ലയിലെ ജനസമ്പർക്ക പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി മഹാത്മാ എഡ്യൂക്കേഷൻ ട്രസ്റ്റും ട്രാഫിക് പോലീസും ചേർന്ന് ഉള്ള റോഡ് സുരക്ഷാ ജാഥയുടെ ഫ്ലാഗ് ഓഫ് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഞാനിവിടെ നടത്തുകയാണ്. 6 മാസത്തെ ഈ പരിപാടിക്ക് നിങ്ങളുടെയും എൻ്റെയുമായ എല്ലാ ആശംസകളും നേരുന്നു. ജനപ്രതിനിധികളോടും ജില്ലാ ഭരണകൂടത്തോടും ഞാൻ പ്രത്യേകമായ നന്ദി ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ ആകെ ലഭിച്ച പരാതികൾ 10,171. അതിന് പരിഹരിച്ചത് 4,217. ഇന്ന് തീർപ്പ് കൽപ്പിക്കുന്നതിനായി ഇവിടെ വിളിച്ചിട്ടുള്ളത് 380. നിരസിച്ചത് 2,609. ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത, ഗവൺമെന്റിന് നടപടിയെടുക്കാൻ സാധിക്കാത്തവ മാത്രമാണ് നിരസിച്ചിട്ടുള്ളത്. ഒരു ഭരണരംഗത്തെ വേഗതയിലുള്ള നടപടിക്രമമായിട്ട് തന്നെ അതിനെ കാണാൻ സാധിക്കും. അതിനും അപ്പുറത്ത് ഈ പരിപാടിക്കുള്ള പ്രാധാന്യം ശരിയാണ്, ന്യായമാണ് എന്ന് തോന്നുന്ന കാര്യം അത് മുഖ്യമന്ത്രിക്ക് തോന്നുന്നു, മന്ത്രിമാർക്ക് തോന്നുന്നു, ജനപ്രതിനിധികൾക്ക് തോന്നുന്നു, ജില്ലാ ഭരണകൂടത്തിന് തോന്നുന്നു. പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഇന്ന് നിലവിലുള്ള ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല, നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അതിന് പരിഹാരമുണ്ടാക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനും ഈ ജനസമ്പർക്ക പരിപാടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടി 14 ജില്ലകളിൽ നടത്തി കഴിഞ്ഞ് 45 ഉത്തരവുകൾ ഗവൺമെന്റ് പുറപ്പെടുവിച്ചു. 45. ആ ഉത്തരവുകൾ എല്ലാം കൂടി, അതിലെ 43 ഉത്തരവുകൾ എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഗവൺമെന്റ് ഇറക്കിയ പുസ്തകമാണ് ജനപക്ഷ ചുവടുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ജനസമ്പർക്ക പരിപാടിയുടെ പ്രാധാന്യം. ഈ പ്രാവശ്യത്തെയും ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രായോഗികമായ കുരുക്കുകൾ അഴിക്കേണ്ടതാണ്. അതാണ് ആവശ്യം എന്ന് കാണുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരെ പരമാവധി ആളുകളെ ക്ഷണിച്ചു വരുന്ന 350 പേര് മാത്രമല്ല, മറ്റുള്ളവരെയും കാണാൻ പരമാവധി ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ തുടക്കം കുറിക്കുകയാണ്.